ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രാമ ഡിന്നർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ ഡ്രാമയായ മൈ ഡിയറസ്റ്റ് നെമസിസ് ആണ്. എങ്കിൽ നമുക്ക് ഡ്രാമയിലേക്ക് പോയാലോ. ഡ്രാമ തുടങ്ങുന്നത് തന്നെ നമ്മുടെ നായികയുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. നായികയുടെ പേര് ബെക് സൂജോങ് എന്നാണ്. അവൾ പഠിക്കുന്നതായി കാണിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിനിടയിൽ അവളുടെ കൂട്ടുകാർ അവളുടെ കുട നശിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളെ വല്ലാണ്ട് കുറ്റം പറയുകയും ചെയ്തു. അവൾക്ക് അമ്മയും കുടുംബവും പൈസയൊന്നും ഇല്ലാത്തവളാണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് കുടയില്ലാതെ അവൾക്ക് പുറത്തു പോകാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ ഈ കുറ്റം പറഞ്ഞ കൂട്ടുകാരുടെ ബുക്ക് അവളെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ മഴയത്തേക്ക് വലിച്ചെറിഞ്ഞ് അവരോട് നിനക്കൊന്നും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ മഴയത്ത് അവർ നശിപ്പിച്ച ആ കുടയുമായി അവൾ നടന്നു നീങ്ങുന്നതായി കാണാം. ഇവരീ കാണിക്കുന്നതിൽ ഇവൾക്ക് നന്നേ വിഷമമുണ്ടെങ്കിലും ഒരു പാട്ട് കേട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ നായികയായ സൂജോ. അവൾ വീട്ടിലേക്ക് നടക്കുന്ന വേളയിൽ തനിക്കായി തന്നെ സ്നേഹിക്കാൻ ഒരാൾ വരുമെന്ന് അവൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നതാ വീട്ടിലെല്ലാം അലങ്കോലമാക്കിയിട്ടിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അനിയനെയാണ്. ഇങ്ങനെ ഗെയിം കളിക്കാതെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ, ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ, കഴിച്ച പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞവൾ അനിയന് നേരെ ദേഷ്യപ്പെടുന്നു. എന്നാൽ ആ ദിവസം രാത്രി മുഴുവനും എല്ലാവരും ഉറങ്ങുമ്പോഴും നമ്മുടെ അനിയനെടുത്ത് ഗെയിം കളിക്കുകയാണ്. പിറ്റേ ദിവസം ഒരു അലർച്ച കേട്ടാണ് അവൾ എഴുന്നേറ്റത്. കളിച്ച ഗെയിം തോറ്റതിൻ്റെ വിഷമത്തിൽ അനിയൻ അലറിയതാണ് അവൾ കേട്ടത്. തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ അവൾ വളരെ ദേഷ്യത്തോടെ വന്ന് അനിയനെ കുറേ ഉപദ്രവിക്കുന്നു. എന്നിട്ട് അവൻ്റെ മുടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് അച്ഛൻ കടന്നു വരുന്നു. ആ മുടി പിടിക്കുന്നതിൻ്റെ ശക്തിയിൽ അവളുടെ കയ്യിൽ അനിയൻ്റെ കുറേ മുടി പറഞ്ഞ് വിടുകയും ചെയ്തു. നീ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെ പോയാൽ നീ എന്നെ കഷണ്ടിയാക്കുമല്ലോ എന്ന് പറഞ്ഞ് അനിയൻ അവളോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. നീ എന്തിനാ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ ഗെയിം കളിക്കുന്നത്? അത് ഈ ഗെയിം കളിച്ച് ജയിച്ചില്ലെങ്കിൽ കൂട്ടുകാരെന്നെ കളിയാക്കും. ഇത് കേട്ട സൂജോങ്ങിന് വളരെ ദേഷ്യം വന്നു. അവനെ കളിയാക്കാറായോ, എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഈ ഗെയിം ജയിച്ചു തരും എന്ന് പറഞ്ഞ് അവൾ ആ ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ അവൾ ഗെയിം കളിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ നായിക സൂജോ ഗെയിമിലെ ഒരു ക്യാരക്ടറായി മാറുന്നതാണ്. പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് കുറേ ചെന്നായ്ക്കൾ ഓടി വരുന്നു. ഈ ചെന്നായിയൊക്കെ നശിപ്പിച്ചാൽ മാത്രമേ അവൾക്ക് ആ ഗെയിം ജയിക്കാൻ പറ്റൂ. അങ്ങനെ അവൾ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. നീ ആരാ, എന്താ ഈ ഗെയിമിൽ എൻ്റെ ലെവലിൽ നീ എന്താ നിൽക്കുന്നതെന്നൊക്കെ അവൾ വല്ലാണ്ട് ചോദിക്കുന്നു. ഞാൻ ബ്ലാക്ക് ഡ്രാഗൺ ആണെന്നും ഈ ഗെയിമിൽ ഈ ലെവലാണ് ഞാനും കളിക്കുന്നതെന്നും എനിക്ക് ഈ ലെവൽ ജയിക്കണമെന്നൊക്കെ അവൻ പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഈ ലെവൽ ഞാനാ ജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ചെന്നായ്ക്കളെ അവർ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞും കൊല്ലുകയാണ്. ഏറ്റവും അവസാനം അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഗെയിം ജയിക്കുന്നു. നോക്കുമ്പോൾ അതാ നമ്മുടെ നായകന് ശക്തിയില്ല. നമ്മുടെ സൂജോങ് റിവൈവ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഗെയിമിലെ ഫ്രണ്ട്സായി മാറുന്നു. അടുത്തതായി കാണിക്കുന്നത് ബ്ലാക്ക് ഡ്രാഗൺ അവരുടെ ഗ്രൂപ്പിലെ ആൾക്കാരെയെല്ലാം ക്രൂ മെമ്പേഴ്സിനെല്ലാം ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവരെല്ലാം വിചാരിച്ചത് നമ്മുടെ സൂജോങ് ഒരു ആൺകുട്ടിയാണെന്നാണ്. പക്ഷേ ഇവരെല്ലാം ഇവനെ ഒരു ബോയ് ആയിട്ട് കണക്കെടുക്കുന്നത് കാരണം ഇവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാനൊരു ബോയ് അല്ല, ഒരു ഗേളാണ്, നിങ്ങൾക്ക് എന്നെ സ്ട്രോബെറി എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ബ്ലാക്ക് ഡ്രാഗണും സ്ട്രോബെറിയും കൂടെ ഒരു നദിക്കരയിൽ കല്ലെറിഞ്ഞ് കളിക്കുകയാണ്. ഞാനെന്തിനാ ഈ ഗെയിം കളിച്ച് തുടങ്ങിയെന്നറിയുമോ? എൻ്റെ അനിയന് കൂട്ടുകാർ കളിയാക്കുമെന്ന പേരിൽ അവൻ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ന് നമ്മുടെ സ്ട്രോബെറി പറയുന്നു. ഞാനെൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഗെയിം കളിച്ച് തുടങ്ങിയെന്ന് നമ്മുടെ ബ്ലാക്ക് ഡ്രാഗണും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞു കുറേ നേരം സംസാരിച്ചു. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ വീട്ടിലാരുമില്ല, എനിക്ക് കൂടെ കളിക്കാൻ ആരുമില്ല എന്നൊക്കെ ബ്ലാക്ക് ഡ്രാഗൺ സങ്കടം പറയുമ്പോൾ, നിനക്കിനി ആരുമില്ല എന്നുള്ളൊരു വിഷമം വേണ്ട, നിനക്ക് എല്ലായ്പ്പോഴും ഞാനുണ്ട്, നിൻ്റെ ഒരു നല്ല കൂട്ടുകാരിയായിട്ട്, നിനക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണുമെന്ന് സ്ട്രോബെറി പറഞ്ഞ് ആ സീൻ അവിടെ കട്ടാകുന്നു. അങ്ങനെ രാവും പകലും പിന്നെയുള്ള എല്ലാ ദിവസങ്ങളിലും അവരൊരുമിച്ച് സംസാരിച്ച് തുടങ്ങുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവരെല്ലാവരും കണ്ടുമുട്ടാം ഒരു
ഗെറ്റ് ടുഗദർ വെച്ചാലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മളുടെ സ്ട്രോബെറി ഇവരെ എല്ലാവരെയും കാണാൻ വേണ്ടി എത്തുകയാണ്. അങ്ങനെ ഓരോരോ ക്രൂ മെമ്പേഴ്സ് എത്തും. പക്ഷേ നമ്മുടെ ബ്ലാക്ക് ഡ്രാഗൺ ഇതുവരെ എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ബ്ലാക്ക് ഡ്രാഗൺ എത്തുന്നത്. ബ്ലാക്ക് ഡ്രാഗണെ കണ്ട എല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാരണം ഇന്നേ വരെ ഒരു ഗെറ്റ് ടുഗദറിലും നമ്മുടെ ബ്ലാക്ക് ഡ്രാഗൺ എത്തിയിട്ടില്ല. ആദ്യത്തെ ഗെറ്റ് ടുഗദറാണിത്. വന്ന് നോക്കിയപ്പോഴെന്താ, ഒരു കൊച്ചു പയ്യൻ. ബാക്കി എല്ലാവരോടും ഇവൻ കള്ളം പറഞ്ഞിരുന്നത് തനിക്ക് ഏകദേശം 22 വയസ്സുണ്ട് എന്ന്. കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. തന്നയ്ക്ക് പറ്റിയ അബദ്ധം വലിയൊരു മണ്ടത്തരമായി പോയല്ലോ. താനൊരു കൊച്ചുകുട്ടിയാണല്ലോ ഇത്രയും കാലമായിട്ടും പ്രണയിച്ചതും അതേപോലെ തൻ്റെ സങ്കടങ്ങൾ പങ്കുവെച്ചതും എന്ന് ആലോചിച്ച് തനിക്ക് പറ്റിയ അമളി ആലോചിച്ച് അവിടെ തലയിൽ കൈവച്ചിരിക്കുകയാണ് നമ്മുടെ സൂജോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തവർ കഴിച്ച് ഒരു കരോക്കെ പാടാം എന്ന് പറഞ്ഞ് അവർ കരോക്കെ റൂമിലേക്ക് പോയി. തനിക്ക് പറ്റിയ തെറ്റാലോചിച്ച് വിഷമിച്ച് കരയാൻ നിന്ന നായികയുടെ മുമ്പിലേക്ക് നമ്മുടെ നായകൻ വലിയൊരാളായി കാണിക്കാൻ വേണ്ടി തലയിൽ വെച്ചിരുന്ന വിഗ്ഗൂരി കയ്യിലേക്ക് വീഴുന്നു. ഇതും കണ്ടതോടെ സൂജോങ്ങിൻ്റെ എല്ലാ വിഷമങ്ങളും ദേഷ്യം പോലെ പുറത്തു വന്നു. എന്നിട്ട് അവനെ കുറേ വഴക്ക് പറഞ്ഞു. കാണിച്ച തെറ്റ് നിനക്ക് വല്ല ബോധവുമുണ്ടോ? നീ ആളെ പറ്റിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ഇവൾ വളരെ ദേഷ്യപ്പെട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ നമ്മുടെ നായകന് സ്ട്രോബെറിയോട് അതിയായ സ്നേഹമുണ്ടായതിനാൽ ഇവളുടെ പുറകെ ഓടിച്ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. തകർന്നിരിക്കുന്ന നായിക വീണ്ടും അവനെ വഴക്ക് പറഞ്ഞു ഒരു കൊച്ചു കുട്ടി എന്ന് വിളിച്ച് കളിയാക്കി അവിടുന്ന് നടന്നുപോയി. അവൾ തോറ്റുപോയി എന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. അന്ന് രാത്രി മുഴുവൻ അവൾ കരഞ്ഞു. തൻ്റെ ആദ്യ പ്രണയം ഇങ്ങനെയായി പോയല്ലോ എന്ന് വിഷമിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. അവിടെ സീൻ കട്ടായി കാണിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ നായികയാണ്. സൂജോങ് ഇപ്പോൾ ഒരു കമ്പനിയിലെ ടീം ലീഡറാണ്. അവിടുത്തെ ഡയറക്ടറിനെ ടെറസിലേക്ക് ബലമായി പിടിച്ചുകൊണ്ട് വരുന്ന സൂജോങ്ങിനെ നമുക്ക് കാണാം. എന്നിട്ട് ഇവൾ ഡയറക്ടറിനോട് വളരെ കരഞ്ഞും വളരെ വിഷമം അഭിനയിച്ചും പറയുകയാണ്, അയ്യോ നിങ്ങൾ പോവല്ലേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾ ഈ പെട്ടെന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ടീമിനെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമം അഭിനയിക്കുന്നു. ഡയറക്ടറാണെങ്കിൽ നീ കാരണമാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്, നിന്നെപ്പോലെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ടീം ലീഡറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പ്രാന്തായി മാറുന്നു എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സൂജോങ്ങിൻ്റെ മുഖം മാറുന്നു. ഇത്രയുള്ളായിരുന്നോ? എനിക്ക് നിങ്ങളെ കുറച്ചും കൂടെ കഷ്ടപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. സാരമില്ല, എന്നാൽ പിന്നെ നിങ്ങൾ റിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കട്ട് ചെയ്തു. നമ്മുടെ നായകനിപ്പോൾ പഴയ കുട്ടിയൊന്നുമല്ല. ഇനി സീൻ കട്ടായി നമ്മുടെ ചെറുപ്പക്കാരനായ നായകനെയാണ് കാണിക്കുന്നത്. അവനൊരു ക്ലയൻറ്റുമായി എന്തോ സംസാരിക്കുന്നു. ആ ക്ലയൻറ്റ് തൻ്റെ ജോലി കമ്പനിയിലെ കുറേ പ്രശ്നങ്ങളും അവർ കാണിക്കുന്ന കുറ്റങ്ങളുമൊക്കെ എല്ലാം നമ്മുടെ നായകനോട് പറയുകയാണ്. നായകൻ്റെ പേരാണ് ബാൻജൂയോങ് അവിടുത്തെ വലിയൊരു കമ്പനിയിലെ ഗ്രാൻഡ് സണ്ണാണ്. ഈ കമ്പനിയിലെ പ്രശ്നങ്ങളെ പറ്റിയും അവിടെ ഉണ്ടാകുന്ന കള്ളക്കടത്തും ഏറ്റെടുക്കാൻ പോകുന്ന കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ക്ലയൻറ്റ് വഴി ആൾ മാറാട്ടം നടത്തി മറ്റേ ആളിൽ നിന്ന് ചോർത്തിയെടുക്കുന്നത്. താനാണ് ബാൻജൂയോങ് എന്ന് പറഞ്ഞ് അയാളെ പെട്ടെന്ന് തന്നെ പോലീസിലേൽപ്പിക്കുന്നു. അടുത്ത സീനിൽ നായിക കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി കാണാം. നായികയുടെ ജൂനിയേഴ്സ് അവിടെ നൈറ്റ് വർക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ജൂനിയർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ ടീം ലീഡറിനെ ഡയറക്ടർ കില്ലർ എന്ന് പറയുന്നത്? അവരെല്ലാവരും വളരെ ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഡയറക്ടേഴ്സിനെയും ടീം ലീഡർ വളരെ നിശ്ശേഷം തട്ടിക്കളഞ്ഞിട്ടുണ്ട്, നിനക്ക് കേൾക്കണോ? അപ്പോൾ നായിക ഓരോ ഡയറക്ടറിനെയും പറഞ്ഞേച്ച കഥ അവർ പറയാൻ തുടങ്ങി. ഒന്നാമത്തെ ഡയറക്ടർ സ്ത്രീകളോട് മോശമായി പെരുമാറിയപ്പോൾ നായിക കൈ പിടിച്ച് തിരിച്ചു കൊടുത്തതും, രണ്ടാമത്തെ ഡയറക്ടർ മീറ്റിംഗ് റൂമിൽ നിന്ന് പുക വലിച്ചപ്പോൾ എക്സ്റ്റിങ്ക്യൂഷർ കൊണ്ടുവന്ന് അദ്ദേഹത്തെയും ഓടിച്ചു വിട്ടതും കഥ പറഞ്ഞവർ ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരെ ഡയറക്ടർ കില്ലർ എന്നറിയപ്പെടുന്നത്. അപ്പോഴേക്കും നായിക അവിടെ വരികയും ഇവരോട് നിങ്ങൾ ഇന്നത്തേക്ക് പൊക്കോ, ഇത്രയൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞവരെ കളിയാക്കി പറഞ്ഞുവിടും. നമ്മുടെ നായകൻ്റെ അടുത്ത അസൈൻമെൻറ്റ് നായികയുടെ കമ്പനിയിലെ ഡയറക്ടറായി ചെല്ലുക എന്നതും അവിടുത്തെ സെയിൽസ് കൂട്ടുക എന്നതുമായിരുന്നു. നായകന് ആരും അറിയാത്ത ഒരു ജീവിതം കൂടെ ഉണ്ടായിരുന്നു, ഒരു സീക്രട്ട് ലൈഫ്. അവൻ്റെ ബാൻഡും കാര്യങ്ങളും കോമിക്സും ഒക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഒരു യങ് സക്സസർ എന്ന നിലയിൽ അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഇവൻ അറിഞ്ഞുകൂടാത്ത, ബാക്കി ആർക്കും അറിയില്ലാത്ത ഒരു സീക്രട്ട് ലൈഫ്. അതിൻ്റെ ഒരു ബാൻഡിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി അവൻ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്നു.
അവിടുത്തെ പാട്ടിനൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന് സെക്രട്ടറിയുടെ കോൾ വരുന്നത്. നിന്നെ ഗ്രാൻഡ് മദർ തിരക്കുന്നുണ്ട്, വളരെ വേഗം തന്നെ ചെല്ലാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് നായികയുടെ വണ്ടിയുമായി നമ്മുടെ നായകൻ കൂട്ടിമുട്ടുന്നു. അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. നായിക വണ്ടിയിൽ നിന്ന് ഇറങ്ങി നീ എന്തായി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് വളരെ ബഹളം വെക്കുന്നു. നായകൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കാണിക്കാനും പറ്റത്തില്ല, എന്നാൽ തൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ തെറ്റും ആലോചിച്ച് ഒരു കണ്ണാടിയിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയത് കാരണം ഇവർക്ക് പക്ഷേ തമ്മി അറിയില്ല. നായകൻ ഇറങ്ങി വന്ന് ഇത് ഞാൻ നിനക്ക് ശരിയാക്കി തന്നോളാം, നീ എൻ്റെ ലോയറിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ലോയറിൻ്റെ കാർഡ് എടുത്തു കൊടുക്കുന്നു. എന്നാൽ ദേഷ്യത്തിൽ സൂജോങ് ആ കാർഡ് അങ്ങ് കീറിക്കളയും. പെട്ടെന്ന് നമ്മുടെ നായകൻ പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്ക് ഒരിടം വരെ പോകണം, താങ്കൾ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പോയി തരുമോ? നീ കള്ളം പറയുന്നതാണെന്ന് ഞാനെങ്ങനെ അറിയുന്നത് എന്ന് പറഞ്ഞ് നായകൻ്റെ കൂടെ വണ്ടിയിൽ കയറി നമ്മുടെ നായികയെ ഇരിക്കുന്നു. ജൂയോങ് ചെന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. തൻ്റെ അമ്മൂമ്മ പറഞ്ഞതിനനുസരിച്ച് തൻ്റെ കമ്പനിയിലുള്ള ഒരു എംപ്ലോയിയുടെ മരണാനന്തര ചടങ്ങിലേക്കാണ് അവിടെ ചെന്നത്. അവിടുത്തെ ചടങ്ങും അവൻ്റെ അമ്മുമ്മയുമൊക്കെ കണ്ടപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു സമയം അവൻ വല്ലാതെ ഓർക്കുന്നു. തൻ്റെ മകനെ കൊന്നത് നീയാണ് എന്ന് നായകനോട് ചെയർമാൻ പറയുന്ന ആ വാക്ക് വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ്റെ ഹോട്ടൽ റൂമാണ്. ആരും അറിയാത്ത അവൻ്റെ സീക്രട്ട് ലൈഫ് ഒളിച്ചു വെച്ചിരിക്കുന്ന ആ ഹോട്ടൽ റൂം. വീട്ടിലെത്തിക്കഴിഞ്ഞ് തൻ്റെ വ്യത്യസ്തമായ തൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന നായകനെ നമുക്ക് കാണാം. രാത്രി നായിക ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ചും തൻ്റെ വണ്ടി തട്ടിയതിനെ പറ്റിയുമൊക്കെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് ആരെന്നറിയുമോ? അവരുടെ ആ ഗ്രൂപ്പിലെ ഇവളുടെ സുഹൃത്ത്. ഇവർ രണ്ടുപേരും ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ സുഹൃത്ത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന നിനക്ക്, എന്നാൽ പക്ഷേ ആൾക്കാരൊന്നും അറിയുന്നില്ലല്ലോ, എന്ത് ചെയ്യും നമ്മൾ ആൾക്കാർ വരാൻ വേണ്ടി എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ നിൽക്കുന്ന നമ്മുടെ നായികയാണ്. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അയാളോട് ഇന്നലെ പറ്റിയ സംഭവങ്ങളും എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ വെച്ച് ഒച്ച വെക്കുന്നു. എന്നാൽ അതേ ലിഫ്റ്റിൽ തന്നെ ജൂയോങ്ങും ഉണ്ടായിരുന്നു. ഇവളെ പബ്ലിക് നോയിസൻസിന് പുറത്താക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഒരു വാച്ചിനകത്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അവിടെയുള്ള ഓരോ തെറ്റുകളും ഈ കമ്പനിയിൽ ഇനി മാറ്റം വരുത്താനുള്ള കാര്യങ്ങളും ജൂയോങ് വാച്ചിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവർ ഫുഡ് കഴിക്കാനിരിക്കെ ഡയറക്ടറിനെ പറ്റി സംസാരിക്കുന്നതും അവർ ഇച്ചിരി ഉറക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ സൂജോങ്ങിനെ ഉറപ്പായിട്ടും പുറത്താക്കണമെന്ന് പറഞ്ഞ് ജൂയോങ് റെക്കോർഡ് ചെയ്യും. ഇതേ കമ്പനിയിൽ തന്നെയാണ് നമ്മുടെ ബാൻ ജൂയോങ്ങിൻ്റെ ഒരു ബ്രദർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കമ്പനിയിലെത്തിയ വിവരം അറിയിക്കാൻ വേണ്ടി ബ്രദറിനോട് ഇവൻ പോയി സംസാരിക്കുന്നു. എന്നാൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി കോഫി അവൻ്റെ ഷർട്ടിൽ വീഴുന്നു. ഇത് കണ്ടപ്പോൾ തൻ്റെ പേഴ്സണാലിറ്റിക്ക് അത് ശരിയാവുന്നില്ല, ഞാൻ പോയി അത് ഷർട്ട് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്നു. തൻ്റെ ഡയറക്ടർ ഓഫീസിൽ ഷർട്ട് മാറാൻ വേണ്ടി കയറി പോവുകയാണ് ജൂയോങ്. ഇത് കണ്ടപ്പോൾ ഡയറക്ടർ ഇതോ വന്നു, നമുക്കൊന്ന് പോയി കാണണ്ടേ എന്ന് സൂജോങ്ങിനോട് കൂടിയിരിക്കുന്ന വർക്കർ പറയുന്നു. എന്നാൽ ഞാൻ പോയെന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൾ നടന്ന് ഡയറക്ടർ റൂമിൽ ചെന്ന് കൊട്ടുന്നു. എന്നാൽ റിപ്ലൈ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൾ ഡോറ് തുറന്ന് ചെന്ന് നോക്കുമ്പോൾ ഷർട്ട് ഊരി നിൽക്കുന്ന ഡയറക്ടറിനെയും അവൻ്റെ പുറകിലുള്ള ഒരു ബ്ലാക്ക് ഡ്രാഗൺ ടാറ്റൂവിനെയുമാണ് കാണുന്നത്. ഷർട്ട് ഊരിയതും ഈ ഡ്രാഗൺ ടാറ്റൂവും കണ്ട് നോക്കുമ്പോൾ അതാ ഇന്നലെ താൻ വഴി വെച്ച് അടിയിട്ട ആ ചെറുപ്പക്കാരനാണ് തൻ്റെ ഡയറക്ടറായിട്ട് വന്നത്. ഇതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുന്ന സൂജോങ് ഒച്ചയുണ്ടാക്കാൻ പോയപ്പോഴത്തേക്കും ഓടി വന്ന് നമ്മുടെ ജൂയോങ് അവളുടെ വാ പൊത്തിപ്പിടിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്